ഹലോ ഡിയർ കീം ആസ്പിറൻസ്. എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും പിന്നെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജസിലെ ഫീ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലുണ്ടാവേണ്ട കാര്യം, നമ്മൾ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് മാത്രമേ ഓപ്ഷൻ കൊടുക്കാൻ പറ്റൂ. നമ്മൾ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റുകളിൽ നമ്മൾ 4 ഓപ്ഷൻ നൽകുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിന് ഇപ്പോൾ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് ഫേസിൽ 3, 2, 1, അതായത് ആ ഓപ്ഷനും അതിൻ്റെ ഹയർ ഓപ്ഷൻസ് മാത്രമേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രയോറിറ്റി ഓർഡറിൽ മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. പിന്നെ മനസ്സിലാക്കേണ്ടത്, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ നമ്മൾ കോളേജസിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ കേരളത്തിലെ KTയുടെ അണ്ടറിൽ 9 ഗവൺമെൻറ് കോളേജുകളാണുള്ളത്. ഗവൺമെൻറ് കോളേജ് ഇടുക്കി, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ, അങ്ങനെ 9 കോളേജുകൾ ഇൻക്ലൂഡിങ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, GC തൃശ്ശൂർ ആൻഡ് പാർട്ടൺ ഹിൽ തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രയോറിറ്റി ഓർഡർ നമ്മൾ പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് CET ആയിരിക്കും ഫസ്റ്റ് വരിക, പിന്നെ GC തൃശ്ശൂർ, പിന്നെ RIT കോട്ടയം, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതോടെ ഓപ്ഷനായിട്ട് വരാം. പിന്നെ ഫോർത്ത് ഓപ്ഷന് നിങ്ങൾക്ക് ബാർട്ടൺ ഹിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരൊക്കെ കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസ്, പിന്നെ MA CE കോളേജും MA കോളേജ് കോതമംഗലവും അതേപോലെ NSS കോളേജ് പാലക്കാടുമാണ് എയ്ഡഡ് കോളേജ് വിഭാഗത്തിൽ പെടുന്നത്. പിന്നെ എയ്ഡഡ് ഓട്ടോണോമസ് വിഭാഗത്തിൽ കേരളത്തിൽ TKM തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് എയ്ഡഡ് ഓട്ടോണോമസ് വിഭാഗത്തിലുള്ളത്. TKM 2022 മുതൽ ഓട്ടോണോമസ് സ്റ്റാറ്റസ് ഉള്ള കോളേജാണ്. പിന്നെ ഫീ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഗവൺമെൻറ് എയ്ഡഡ്, അതേപോലെ എയ്ഡഡ് ഓട്ടോണോമസ് ഇൻക്ലൂഡിങ് TKM, ഈ കോളേജസിലൊക്കെ വാർഷിക ഫീസായിട്ട് നമ്മൾ 8,650 രൂപയാണ് ഈടാക്കേണ്ടത്. ഓട്ടോണോമസ് കോളേജ്, അതായത് TKMലൊക്കെ അഡ്മിഷൻ സമയത്ത് ഫീ ഡീറ്റെയിൽസ് വ്യത്യാസം ഉണ്ടാവും. അത് ഇൻഡിവിജ്വൽ കോളേജസിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും. അലോട്ട്മെൻറ്റ് സമയത്തുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. നമുക്കിപ്പോൾ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റിൽ ഒരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ 8,650 പ്ലസ് 1,000 കോഷൻ ഡെപ്പോസിറ്റുമായിട്ട് 9,650 രൂപ CEയിൽ ഈടാക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ IHRDയുടെ അണ്ടറിലുള്ള മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൽക്കാലൊക്കെ CS വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജിൽ വരുന്നതാണ് ആഫ്റ്റർ GC തൃശ്ശൂർ. പിന്നെ അതിൻ്റെ ഫീ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. താങ്ക് യു.